ഈ അടുത്ത് നെറ്റ്ഫ്ലിക്സിൽ പുറത്തിറങ്ങിയ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെൻ്ററി വളരെയധികം ചർച്ചകളിലൂടെയാണ് കടന്നുപോയത്. എന്നാൽ ഇന്ന് ഡിസംബർ 2-ാം തീയതി ഇരു നടീനടന്മാരും ഇതിനെ ചൊല്ലി കേസ് നടത്തുകയാണ് മദ്രാസ് ഹൈക്കോടതിയിൽ. അതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് സക്സസ് ടോക്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ഈ ഡോക്യുമെൻ്ററിയുടെ ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ തന്നെ നാനും റോഡിദാൻ മൂവിയിലെ പ്രൊഡ്യൂസറായ ധനുഷ് ഈ ഡോക്യുമെൻ്ററിയിൽ എൻ്റെ സമ്മതമില്ലാതെ നാനും റോഡിദാൻ മൂവിയിലെ ബിഹൈൻഡ് ദ സീൻസ് ഉപയോഗിച്ചിട്ടുണ്ട് നയൻതാര എന്ന് പറയുന്നുണ്ട്. ആയതിനാൽ ഈ വീഡിയോ 24 മണിക്കൂറുകൾക്കകം റിമൂവ് ചെയ്യണം, അല്ല എങ്കിൽ 10 കോടി രൂപയുടെ നഷ്ടപരിഹാരം തരണമെന്ന് ലീഗൽ നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഇതിന് നയൻതാര പറയുന്നത് ആ രംഗങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഫോണിൽ ആണ് എടുത്തിട്ടുള്ളത്. വെറും 3 സെക്കൻഡ് വീഡിയോയ്ക്ക് 10 കോടി രൂപ ആവശ്യപ്പെടുന്നത് അന്യായമാണ് എന്നാണ്. ഓഡിയോ ലോഞ്ചുകളിൽ നല്ല ഒരാളെപ്പോലെ സംസാരിക്കുന്ന ധനുഷ് യഥാർത്ഥ ജീവിതത്തിൽ ഇത്രയും മോശപ്പെട്ട ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഡോക്യുമെൻ്ററി കണ്ടു കഴിഞ്ഞാലെങ്കിലും ധനുഷിൻ്റെ ഈ സ്വഭാവം മാറണമെന്ന് നയൻതാര കടുത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഒരു ഓപ്പൺ ലെറ്റർ വിട്ടിരുന്നു. എന്നാൽ ഈ ചർച്ചകൾക്കിടയിലാണ് ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയത്. ഏകദേശം 24 സെക്കൻഡ് നാനും റോഡിദാൻ മൂവിയിലെ ബിഹൈൻഡ് ദ സീൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായി ധനുഷ് മദ്രാസ് ഹൈക്കോടതിയിൽ കേസിനും പോയിരുന്നു. അതിൽ ധനുഷിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, നയൻതാര അവരുടെ ഓപ്പൺ ലെറ്ററിൽ തന്നെക്കുറിച്ച് വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. കൂടാതെ ധനുഷ് വാൺ ചെയ്തു കൊടുത്തിട്ട് പോലും അത് ഗൗനിക്കാതെ നാനും റോഡിദാൻ മൂവിയിലെ ബിഹൈൻഡ് ദ സീൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിന് നഷ്ടപരിഹാരമായി എനിക്ക് 1 കോടി രൂപ വേണമെന്ന് നടൻ പറയുന്നു. നയൻതാര, വിഘ്നേഷ് ശിവൻ കൂടാതെ നെറ്റ്ഫ്ലിക്സിന് നേരെയും ധനുഷ് പരാതി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിന് തിരിച്ചുള്ള മറുപടി എന്നോണം നയൻതാര തൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതം നുണകൾ കൊണ്ട് തകർക്കാൻ നോക്കിയാൽ ഇതൊരു ലോണായി മാത്രം കണ്ടാൽ മതി. അത് തിരിച്ച് പലിശ സഹിതം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ്. നയൻതാരയുടെ ലോയറായ രാഹുൽ ഇങ്ങനെ പറയുന്നു: ആ ഫോട്ടേജുകൾ എല്ലാം തന്നെ അവരുടെ പേഴ്സണൽ വീഡിയോസാണ്, സ്വന്തം ക്യാമറയിൽ പകർത്തിയത്. ഇതെല്ലാം തന്നെ വാണ്ടർബാർ ഫിലിംസിൻ്റെ അധികാരത്തിൽ വരുന്ന വീഡിയോസ് അല്ല. അവർ ഒന്നും തന്നെ നിയമവിരുദ്ധമായി ചെയ്തിട്ടുമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് മദ്രാസ് ഹൈക്കോടതിയിൽ ഡിസംബർ 2-ാം തീയതി ഇതിനെക്കുറിച്ചുള്ള വിചാരണ നടക്കാൻ പോവുകയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായമെന്നുള്ളത് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.